നമസ്കാരം. ആദ്യം തന്നെ ഞാൻ നിങ്ങളെ ഒരു വ്യക്തിയുടെ പ്രതികരണം കേൾപ്പിച്ചു തരാം. ആ വ്യക്തി ഒരു അച്ഛനാണ്. എന്നാൽ അച്ഛനായിട്ടിരിക്കാൻ ഒരു യോഗ്യതയും ഇല്ലാത്ത വ്യക്തിയാണ്. അച്ഛൻ എന്നൊക്കെ പറയുമ്പോൾ മഹത്വപരമായിട്ടുള്ള ഒരു കടമയാണ്, ഒരു വാക്കാണ്. ആ കടമ നിർവഹിക്കാൻ പറ്റാത്ത ഒരു വ്യക്തി എങ്ങനെയാണ് അച്ഛനാകുന്നത്? അയാൾ ഒരിക്കലും ഒരു അച്ഛനല്ല. നിങ്ങൾക്ക് അയാളെ അച്ഛനെന്ന് വിളിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ വിളിച്ചോളുക. പക്ഷെ എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. എനിക്ക് അയാളോട് പുച്ഛവും വെറുപ്പും മാത്രമാണ് തോന്നുന്നത്. അപ്പൊ ഏതായാലും വീഡിയോ ഞാൻ കാണിച്ചു തരാം. അവനെ വിളിച്ചോണ്ടൊന്ന് സ്റ്റേഷനിൽ ചെല്ലാൻ പറഞ്ഞു. അപ്പം അങ്ങനെയാണ് അവനെ കൊണ്ട് വീണ്ടും സ്റ്റേഷനിൽ ചെല്ലുന്നത്. അപ്പോൾ തലേദിവസം പോയപ്പോൾ അവൻ്റെ മൊബൈലും മേടിച്ച് വെച്ചായിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചായിരുന്നു എന്താണെന്ന് വെച്ചപ്പോൾ അവൻ്റെ ഫോണിൽ ഒരു കോൾ മിസ്സിംഗ് ഉണ്ട്, അത് കാരണം കൊണ്ട് വെച്ചേക്കണാണ്, രാവിലെ വരുമ്പോൾ തന്നേക്കാന്ന് പറഞ്ഞു. ഒരു കോൾ മിസ്സിംഗ് ഉണ്ടെന്ന് വെച്ചാൽ അതെങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അങ്ങനെയാണ് ഞാൻ അറിഞ്ഞത്. ആരോടും നമുക്ക് അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, ഈ പുറത്തോ അല്ലെങ്കിൽ വീട്ടിലോ ആരോടും അവർക്ക് യാതൊരു ഇതും ഉണ്ടായിട്ടില്ല. ഈ കൊച്ചിനെയും ബ്രദറിനെയും കൂടെ നേരിട്ട് അവർ തമ്മിൽ ഇടപെടുന്നതായിട്ട് ലാസ്റ്റ് കണ്ടത് എപ്പോഴാണ്? അത് ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുകയാണുള്ളത്. അവർ തമ്മിൽ യാതൊരു കുഴപ്പമില്ല. എൻ്റെ അനിയനെ എൻ്റെ കൊച്ചു വിളിക്കണം, സിംഗേന്ന് വിളിക്കും, എടാന്ന് വിളിക്കും, കൊച്ചിച്ചാന്ന് വിളിക്കും, പല രീതിയിൽ വിളിക്കും, സുധീ എന്ന് വിളിക്കും, പേര്. അവൾ അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. എന്നെ ഇടയ്ക്കിടാന്ന് വിളിക്കാറുണ്ട്. അവർ തമ്മിൽ എപ്പോഴും ഞങ്ങൾ ഇത് കണ്ടില്ലേ, വീട് തമ്മിലുള്ള ഗ്യാപ്പ് കണ്ടില്ലേ, ഒരു കുടുംബം ഒറ്റ വീട്. എല്ലാ വീടും അങ്ങനെ തന്നെയാണ്, ഒറ്റ വീടായിട്ട് തന്നെ ഞങ്ങൾ കണ്ടിട്ടുള്ളൂ. കേട്ടല്ലോ, ഇതാണ് ഞാൻ പറഞ്ഞ ആ അച്ഛൻ. ആരാണ് എന്ന് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ, നിങ്ങൾക്കൊക്കെ മനസ്സിലായി കാണും. സ്നേഹമുള്ള ഒരു അച്ഛൻ്റെ വായിൽ നിന്ന്, മനസ്സിൽ നിന്ന് വരുന്ന വാക്കുകളാണ് അതെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഒരു ഉളുപ്പും ഇല്ല, അദ്ദേഹത്തിന് യാതൊരു രീതിയിലുള്ള ഒരു വിഷമവും ഇല്ല, സ്നേഹവും ഇല്ല, ഒന്നുമില്ല. അയാൾക്ക് ഒരു സ്നേഹവും ഇല്ല. ആ വാക്കുകളിൽ നമുക്ക് സ്നേഹം കാണാൻ പറ്റുന്നില്ല. അനിയനെ മാക്സിമം അയാൾ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. ഞാൻ ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ ഞാനത് മൊത്തം കണ്ടു. കാരണം എനിക്ക് അറിയണമായിരുന്നു, ഒരു അച്ഛൻ എന്നുള്ള രീതിയിൽ അയാൾക്ക് എന്തെങ്കിലും കുറ്റബോധമുണ്ടോ, എന്തെങ്കിലും വിഷമമുണ്ടോ, അനിയനോട് ദേഷ്യമുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ആ വീഡിയോ മുഴുവൻ കണ്ടു. ആ വീഡിയോ മൊത്തം കണ്ടപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, ഇയാൾക്കൊന്നുമില്ല. ഇയാൾക്ക് ഒരു രീതിയിലുള്ള ഫീലിംഗും ഇല്ല, ഒരു രീതിയിലുള്ള വിഷമവും ഇല്ല. എങ്ങനെയെങ്കിലും ഇയാളുടെ കാര്യം നോക്കി ജീവിക്കണം എന്നുള്ള ആ ഒരു മൈൻഡ് സെറ്റ് മാത്രമാണ് ഈ ഒരു വ്യക്തിക്കുള്ളത്. അല്ലാതെ വേറെ ഒരു രീതിയിലുള്ള ഇതുമില്ല. അയാൾക്ക് അനിയനോട് യാതൊരു രീതിയിലുള്ള ദേഷ്യവും ഇല്ല. അതാണ് എന്നെ ഏറ്റവും കൂടുതൽ ചൊടിപ്പിച്ചത്. അനിയൻ എന്ന് പറയുന്ന ആ വൃത്തികെട്ടവനോട് ഇവന് യാതൊരു രീതിയിലുള്ള ദേഷ്യവും ഇല്ല. അനിയനെ മാക്സിമം ന്യായീകരിക്കാൻ നോക്കുന്നുമുണ്ട്. ഞാൻ ബാക്കിയും കൂടി കേൾപ്പിച്ചു തരാം. ഒരു ഇപ്പോൾ ഉള്ളിൽ ഇവരോട് എങ്ങനെ ദേഷ്യം? നമ്മളെ ഒരു അപ്പൻ അറിയാലോ, ഇത്രയും ഭാര്യയോടാണോ എനിക്കിപ്പോൾ അനിയനോടാണോ ഏറ്റവും കൂടുതൽ ദേഷ്യം? എനിക്ക് ഭാര്യയോട് ഉണ്ടായിരുന്നതിനേക്കാൾ ദേഷ്യം ഭാര്യ വീട്ടുകാരോടുണ്ടായിരുന്നു. ഭാര്യയുടെ അമ്മയോടും ചേച്ചിയോടും ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഭാര്യയോട് ദേഷ്യം ഉണ്ടായിരുന്നു. ഇപ്പം എനിക്ക് ദേഷ്യം ഈ പറഞ്ഞ എൻ്റെ അനിയനോട് തന്നെയാണ്. പക്ഷെ അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായിരുന്നെങ്കിൽ അവൾക്ക് എന്നോട് പറയായിരുന്നു. അതിനൊത്തിരി സ്നേഹം ഉണ്ടായിരുന്നു ചേട്ടൻ എന്നുള്ളത്. ചേട്ടനോട് എല്ലാവരോടും നല്ല സ്നേഹമായിരുന്നു. ഒരിക്കലും അവനെ പ്രതീക്ഷിക്കാൻ പ്രതീക്ഷിക്കില്ല. പക്ഷെ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടെന്ന് നമുക്കറിയില്ല. നിങ്ങൾ 3 സഹോദരന്മാർ തമ്മിൽ ഇടയ്ക്ക് വഴക്കുണ്ടാക്കാറൊക്കെ ഉണ്ടോ, അതോ എപ്പോഴും ഈ സ്നേഹത്തിൽ തന്നെയാണ്? ഇല്ല, ഞാൻ വല്ലതും ഒക്കെ ചെയ്യുമ്പോൾ രണ്ടാമത്തെ ആൾ തന്നെ ചീത്ത പറയുന്നല്ലാണ്ട് ഇവരാരും തന്നെ വേറൊന്നും പറയാറുന്നില്ല. നമ്മുടെ ഒരു അപ്പൻ എന്നുള്ള നിലയിൽ ശ്രദ്ധയിൽപ്പെടാതെ പോയെന്ന് പറഞ്ഞാൽ എന്നാ പറയാൻ പറ്റുന്നത്? എനിക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഫുൾ ടൈം എൻ്റെ വീട്ടിൽ ഇരിക്കുന്ന ആളാണ്. എൻ്റെ വൈഫ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാനൊരു കാര്യം പറഞ്ഞേക്ക്, അവൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ ഒരു കാരണവശാലും പൊട്ടിത്തെറിക്കാതിരിക്കില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു കാര്യം വലുതാക്കി കാണിക്കുന്ന ആളാണ് എൻ്റെ വൈഫ്. അവളിങ്ങനെ ഒരു സംഭവം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ അതിനകത്ത് പ്രതികരിക്കാതിരിക്കില്ല, അല്ലെങ്കിൽ എന്നോട് പറയാതിരിക്കില്ല എന്നൊരു വിശ്വാസം എനിക്കുണ്ട്. ഒത്തിരി സന്തോഷം. നമുക്ക് മനസ്സിലാവുന്നു ഇവന് അനിയനോട് ഒരു ദേഷ്യവും ഇല്ല. അനിയനോടൊരു ദേഷ്യം ഇല്ലെന്ന് മാത്രമല്ല, അനിയനെ എങ്ങനെയെങ്കിലും പുറത്തിറക്കാനുള്ള ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ ഇയാൾ അനിയനെ ജാമ്യത്തിൽ ഇറക്കുകയും ചെയ്യും. ഉറപ്പായിട്ടും ജാമ്യത്തിൽ ഇറക്കും. അതാണ് സംഭവിക്കാൻ പോകുന്നത്. ഈ വീഡിയോ കാണുന്നവരിൽ ഒരുപാട് അച്ഛന്മാരുണ്ടാകും. അവരോട് എനിക്ക് ചോദിക്കാനുള്ളത്, നിങ്ങളായിരുന്നു ഇവന്റെ സ്ഥാനത്തെന്നുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക? എനിക്ക് ആ പ്രതികരണം എന്താണെന്നുള്ളത് ഊഹിക്കാം. നിങ്ങൾ ഈ രീതിയിലായിരിക്കില്ല പ്രതികരിക്കുന്നത്. ദേഷ്യം കാണും, വിഷമം കാണും, അങ്ങനെ വല്ലാത്തൊരവസ്ഥയിലൂടെ ആയിരിക്കും നിങ്ങൾ എല്ലാവരും കടന്നു പോകുന്നത്. അനിയനാണോ എന്ന് പോലും നിങ്ങൾ ആരും ആലോചിക്കത്തില്ല. എന്തിന് സ്വന്തം മകനാണെങ്കിൽ അതുപോലും ആലോചിക്കത്തില്ല ഒരു അച്ഛനും. അങ്ങനെയാണ് യഥാർത്ഥ അച്ഛന്മാർ. പക്ഷെ ഇവനെ നമുക്ക് അച്ഛൻ എന്നുള്ള ആ ഒരു കാറ്റഗറിയിൽ ഉൾപ്പെടുത്താൻ പറ്റത്തില്ല. ഇവന്റെ കാര്യം മാത്രമേ ഉള്ളൂ. ഇവൻ ഇപ്പോഴും അത് ബോധ്യപ്പെട്ടിട്ടില്ല. അനിയൻ അങ്ങനെ ചെയ്തു എന്ന് പോലും ഇവൻ വിശ്വസിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം.
അവനോട് ചോദിക്കുമ്പോൾ അവൻ പറയുന്നുണ്ട്, ഞാൻ 24 മണിക്കൂറും വീട്ടിലുണ്ട്, അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ഞാൻ അറിഞ്ഞേനെ. ഇവൻ അറിയത്തില്ല. ഇങ്ങനെ ഒരു പെണ്ണ് കെട്ടി അതിനെ നോക്കാൻ പറ്റാതെ, കുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ നോക്കാൻ പറ്റാത്തവരൊന്നും തന്നെ ഈ ഒരു പരിപാടിക്ക് നിൽക്കാതെ ഇരിക്കുക, പെണ്ണ് കെട്ടാതെ ഇരിക്കുക. സ്വന്തം വീട്ടുകാരുടെ കാര്യം മാത്രം, സ്വന്തം അനിയൻ, അങ്ങനെ വീട്ടുകാരുടെ മാത്രം കാര്യമാണെന്നുണ്ടെങ്കിൽ എന്തിനാ ഇവനൊക്കെ പെണ്ണ് കെട്ടുന്നത്? ഇപ്പൊ എനിക്ക് ഈ ഒരു കാര്യത്തിൽ ആ ഒരു അമ്മയോട് ശകല സഹതാപം തോന്നുന്നുണ്ട്. ഇങ്ങനെ ഒരു ഭർത്താവിനെയാണല്ലോ അവർക്ക് കിട്ടിയത്. ചിലപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കും അവരിങ്ങനെ ആയിപ്പോയത്. ഇതുപോലുള്ള ഭർത്താക്കന്മാരെ കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഭാര്യമാരുടെ നില തെറ്റിപ്പോവും. അതായിരിക്കാം അവിടെ സംഭവിച്ചത്. പക്ഷെ ഞാൻ ആ അമ്മയെ ഞാൻ ഒരിക്കലും ന്യായീകരിക്കുന്നില്ല. ആ അമ്മ ചെയ്തത് 100% തെറ്റ് തന്നെയാണ്. പക്ഷേ ഇവിടെ ഈ ഒരു ഇൻസിഡന്റിൽ ഏറ്റവും കൂടുതൽ തെറ്റ് ചെയ്തത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇയാളാണെന്ന് ഞാൻ പറയും. ഇയാളാണ് ഏറ്റവും കൂടുതൽ തെറ്റ് ചെയ്തത്. അനിയനെക്കാട്ടിൽ തെറ്റ് ചെയ്തത് ഇയാളാണ്. തന്തയ്ക്ക് നോക്കാൻ പറ്റത്തില്ലെന്നുണ്ടെങ്കിൽ, തന്ത കൊള്ളത്തില്ലെന്നുണ്ടെങ്കിൽ, ഒരു വീട്ടിലെ ഗ്രഹനാഥൻ നല്ലതല്ല എന്നുണ്ടെങ്കിൽ, കാര്യപ്രാപ്തി ഇല്ലാത്തവനാണെന്നുണ്ടെങ്കിൽ, ഇങ്ങനെ പല സംഭവങ്ങളും ആ വീട്ടിലുണ്ടാവും. അതാണ് ആ വീട്ടിൽ സംഭവിച്ചത്. ഇതുപോലുള്ള തന്തമാരെ ഒരു മക്കൾക്കും കിട്ടാൻ പാടില്ല. കിട്ടിക്കഴിഞ്ഞാൽ അവരുടെ ഭാവി അവതാളത്തിലാകും. ഇനി ഒരു ചെറുക്കനും കൂടെ ഉണ്ട്. അവന്റെ കാര്യം എന്തുവാകും എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇത്രയൊക്കെ സംഭവങ്ങൾ നേരിട്ടിട്ടാണ് അവൻ വളർന്നു വരുന്നത്. എന്നിട്ട് ഒരു കൂസലും ഇല്ലാതെ, ഒരു ഉളുപ്പും ഇല്ലാതെ ഇങ്ങനെയൊക്കെ എങ്ങനെയാണ് സംസാരിക്കാൻ പറ്റുക? നമ്മുടെ സമൂഹം ഇത്രയൊക്കെ മാറിപ്പോയല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് എനിക്ക് ഏറ്റവും കൂടുതൽ വിഷമം വരുന്നത്. അതാണ്, ഒരു അച്ഛൻ എന്നുള്ള രീതിയിൽ ഇങ്ങനെയൊക്കെയാണ് പ്രതികരിക്കുന്നത്. അവന് ദേഷ്യമില്ല, അവൻ പറയുവാണ്, അവൻ പിന്നെ ന്യായീകരിക്കാൻ ശ്രമിക്കുകയാണ്. ഏറ്റവും കൂടുതൽ സ്നേഹം അനിയനോടായിരുന്നു, അനിയനെ ഇങ്ങനെയൊക്കെ വിളിക്കുന്നു, അങ്ങനെയൊക്കെ വിളിക്കുന്നു, ന്യായീകരിക്കുകയാണ്. ഇപ്പോഴും പറയുന്നത് കുട്ടിക്ക് ഏറ്റവും കൂടുതൽ സ്നേഹം എൻ്റെ അനിയനോടായിരുന്നു എന്ന്. ഇപ്പോഴും അവനെ ഒരു രീതിയിലുള്ള ചീത്ത വാക്കുകൾ ഉപയോഗിക്കുന്നില്ല. അവനെക്കുറിച്ച് ഒരു രീതിയിലുള്ള ദേഷ്യപ്പെട്ട് അല്ല അവൻ സംസാരിക്കുന്നത്. ദേഷ്യപ്പെട്ടാണ് സംസാരിക്കുന്നതെങ്കിൽ പിന്നെ നമുക്ക് പറയാം. സാധാരണ രീതിയിൽ ഒരു അച്ഛനാണെന്നുണ്ടെങ്കിൽ, ശരിയായിട്ടുള്ള ഒരു അച്ഛനാണെന്നുണ്ടെങ്കിൽ, സ്നേഹമുള്ള ഒരു അച്ഛനാണെന്നുണ്ടെങ്കിൽ അനിയനെ കുറിച്ച് സംസാരിക്കാൻ പോലും കൂട്ടാക്കത്തില്ല. അങ്ങനെ സംസാരിക്കുമ്പോൾ ഈ ഒരു രീതിയിലായിരിക്കില്ല പ്രതികരിക്കുന്നത്. ഇയാൾക്ക് ഞാൻ പറഞ്ഞില്ലേ, ഇയാൾക്ക് തിന്നും കുടിച്ച് എവിടെയെങ്കിലുമൊക്കെ കിടക്കണം, ഏതെങ്കിലുമൊക്കെ മൂലയ്ക്ക് കിടക്കണം, പോയി പണി ചെയ്യണം, മൂക്കുമുട്ട ഭക്ഷണം കഴിക്കണം, മൂക്കുമുട്ട കുടിക്കണം, എന്നിട്ട് ഏതെങ്കിലുമൊക്കെ മൂലയ്ക്ക് പോയി ഒതുങ്ങിയിരിക്കണം. അങ്ങനെ ആയിരുന്നു ഇവൻ ഇത്രയും നാളും. അതുകൊണ്ടാണ് വീട്ടിൽ നടന്ന കാര്യങ്ങളൊന്നും തന്നെ അറിയാതെ പോയത്. കുടുംബത്തിൽ നടന്ന കാര്യങ്ങൾ ഇവൻ അറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അത് ഇവന്റെ തെറ്റാണ്, ഇവന്റെ മിസ്റ്റേക്കാണ്. എല്ലാം ഭാര്യ തന്നെ വന്ന് പറയണമെന്നൊന്നുമില്ല. ഇവൻ കുടുംബത്തുണ്ടായിരുന്നു എന്ന് പറയുന്നു, എപ്പോഴും വീട്ടിലുണ്ടായിരുന്നു. വീട്ടിൽ എന്തെങ്കിലും നടന്നിരുന്നെങ്കിൽ ഞാൻ അറിയുമെന്ന് പറഞ്ഞു. വീട്ടിൽ നടന്നതൊന്നും, ഇത്രയും സംഭവങ്ങൾ നടന്നിട്ട്, 1.5 വർഷമായിട്ട് ഇത്രയും സംഭവങ്ങൾ നടന്നിട്ട് ഇവൻ അറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഇവൻ എന്തോ പൊട്ടനായിരുന്നു? ഇവൻ എന്തോ മന്ദബുദ്ധിയാണോ അറിയാതിരിക്കാൻ വേണ്ടിയിട്ട്? അങ്ങനെ കണ്ടിട്ട് എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. മന്ദബുദ്ധിയായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. ഇവ പൊട്ടനാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. കണ്ണും കാതും മൂക്കും ഒന്നും കേൾക്കാത്ത പൊട്ടനാണെന്നുണ്ടെങ്കിൽ കുടുംബത്തിൽ നടന്ന കാര്യങ്ങൾ അറിയത്തില്ല. ഇവനും കൂടി അറിഞ്ഞുകൊണ്ടാണെങ്കിലും, ഇവനിതൊക്കെ അറിഞ്ഞതാണെങ്കിലും, എന്നിട്ട് പുറത്ത് പറയാതിരുന്നതാണെങ്കിലും, ഇവൻ പറഞ്ഞത് ഞാൻ അറിഞ്ഞായിരുന്നെങ്കിൽ ഇപ്പം അങ്ങ് ചെയ്തേനെ, നീ കുറെ ചെയ്തേനെ, അനിയനെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തേനെ, അതായിരിക്കും ഇവൻ അറിഞ്ഞു കഴിഞ്ഞാൽ ചെയ്യാൻ പോകുന്നത്. ഇപ്പോഴും അങ്ങനെയല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും അവന് അനിയനോടൊരു ദേഷ്യവും ഇല്ല. ഇത്തരം അച്ഛന്മാര് ഒരു മക്കൾക്കും ഉണ്ടാവാതെ ഇരിക്കട്ടെ.